ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഓർത്തോപെഡിക് സർജറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ട് മാറ്റി വയ്ക്കുന്ന സർജറിയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അരവിന്ദ് പി വിജയൻ, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, അപ്പോളോ ആഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് പേഷ്യൻസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ വളരെ കോമണായി വരുന്ന ഈ സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേയ്മാനമുള്ള എല്ലാ പേഷ്യൻസിനും മുട്ടുമാറ്റിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു 50-60 വയസ്സുള്ള ഈ മുട്ടു തേയ്മാനം മൂലം മുട്ടിൻ്റെ വേദനയും അതുപോലെ മുട്ടിന് വരുന്ന വളവും കൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരം പേഷ്യൻസിൻ്റെ ഒരു ദൈനംദിന ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിനായി ഇപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ വേദന കൊണ്ട്. ഇത്തരം പേഷ്യൻസിൻ്റെ മുട്ടിൻ്റെ എക്സ്റേ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, ഈ തരുണാസ്ഥി മുഴുവനായി തേഞ്ഞു പോയിട്ട് ഈ എല്ലും തമ്മിൽ ഉരയുന്ന സ്റ്റേജ്, അതിനെ നമ്മൾ ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് ആർത്രൈറ്റിസ് എന്ന് പറയും. രണ്ടാമത്തെ കാര്യം മാലലൈൻമെൻ്റ് ആണ്. ഈ മാലലൈൻമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മുട്ടിൻ്റെ അലൈൻമെൻറ്റ് മാറിയിരിക്കുക എന്നുള്ളതാണ്. സാധാരണമായി മുട്ട് അകത്തോട്ടോ പുറത്തോട്ടോ വളഞ്ഞിരിക്കുന്നതായി കാണാം. അപ്പോൾ ഈ സ്റ്റേജിലുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും, അതായത് മരുന്നുകൾ കൊടുത്താലും അതിനൊരു പരിധിയുണ്ട്. അതുപോലെ തന്നെ ഈ മരുന്നുകളെന്ന് പറയുന്നത് കൂടുതലും വേദന സംഹാരികളാണ്. ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ പാർശ്വഫലങ്ങളുണ്ടാവും. അതുമാത്രമല്ല, ഈ മരുന്നുകൾ നിർത്തുമ്പോൾ ഈ വേദന തിരിച്ചു വരാനും ഈ മുട്ട് പഴയ അവസ്ഥയിലാകാനും സാധ്യതയുണ്ട്. ഇത്തരം പേഷ്യൻസിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് നീ റീപ്ലേസ്മെൻറ്റ് സർജറി തന്നെയാണ്. രണ്ടാമത്തെ സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കീഹോൾ സർജറി അല്ല. അതായത് ഇതൊരു ഓപ്പൺ സർജറിയാണ്. ഈ മുട്ട് തുറന്ന് ആ കേടായ തരുണാസ്ഥി മാറ്റി അതിൽ ഇംപ്ലാന്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇംപ്ലാന്റ് വെക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ അലൈൻമെൻറ്റും കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സർജറിയാണ്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി എല്ലാം വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഈ സർജറിക്കിടയിൽ ഇൻട്രാ ഓപ്പറേറ്റീവ്ലി നമ്മൾ കൊടുക്കുന്ന ലോക്കൽ ഇൻഫിൽട്രേറ്റീവ് അനസ്തീഷ്യ മുതൽ അതിനൂതനമായ അഡക്ടർ കനാൽ ബ്ലോക്ക് വരെ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഈ നെർവ് ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ഈ എപ്പിഡ്യൂറൽ അനസ്തീഷ്യയിൽ കൊടുക്കുന്ന ടോപ്പപ്പുകൾ, അതുപോലെ ഇൻട്രാവീനസായി കൊടുക്കുന്ന വേദന സംഹാരികൾ എന്നിങ്ങനെയുള്ള മൊഡാലിറ്റീസ് കൊണ്ട് ഈ ഏറ്റവും വേദനയുള്ള ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്, അതായത് അന്ന് രാത്രി പേഷ്യൻറ്റിന് വേദനയില്ലാണ്ട് സുഖമായി ഉറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ പേഷ്യൻറ്റിനെ നടക്കാനും ലഘുവായ എക്സസൈസുകൾ ചെയ്യാനും ഇത് സഹായിക്കും. മൂന്നാമത്തെ സംശയം, ഈ സർജറി കഴിഞ്ഞാൽ റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്ര ദിവസം കിടക്കണം എന്നുള്ളതാണ്. ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിൽ ഈ റെസ്റ്റ്, ബെഡ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ നടത്തിച്ചു തുടങ്ങും. അതായത് ആദ്യത്തെ ദിവസം തന്നെ വോക്കറിൻ്റെ സഹായം കൊണ്ട് ഫുൾ വെയിറ്റ് കൊടുത്ത് നടക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലഘുവായ ചലന എക്സസൈസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനായി നമുക്കൊരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫിസിയോതെറാപ്പി ടീം തന്നെയുണ്ട്. പണ്ട് കാലത്ത് ഈ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങായിരുന്നു. ഒരു 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്കൊരു 3 ദിവസത്തിൽ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഈ 3 ദിവസം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുതിയ മുട്ടുമായി പേഷ്യൻ്റ് ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയാണ്. ആദ്യം തന്നെ നടന്നു തുടങ്ങുമ്പോൾ പേഷ്യൻറ്റിന് ആ തുടക്കത്തിലുണ്ടായിരുന്ന തേയ്മാനം മൂലമുള്ള വേദന ഉണ്ടാകുന്നില്ല. അത് പോരാഞ്ഞിട്ട് ഈ എക്സസൈസുകൾ കൊണ്ട് പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പേഷ്യൻറ്റിന് അത്യാവശ്യം കാര്യങ്ങൾ വോക്കറിൽ നടക്കാനും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനും പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ സംശയം, ഈ റിക്കവറി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സർജറിയുടെ സക്സസ് എന്ന് പറയുന്നത് സർജറി കൊണ്ട് മാത്രമല്ല, ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലുള്ള ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷനും ഉണ്ടാവുന്ന പേഷ്യൻറ്റിന് വരുന്ന മാറ്റങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ്. ഈ വീട്ടിൽ പോകുന്ന പേഷ്യൻസിന് നമ്മളൊരു ആക്ടിവിറ്റി പ്ലാൻ ഉണ്ടാക്കുന്നതാണ്. അത് ബേസിക്കലി ഒരു 3 ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സ്റ്റേജാണ്. ഇമ്മീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ആദ്യത്തെ 4 ആഴ്ച
മുട്ടിൻ്റെ റേഞ്ച് കൂട്ടുന്ന എക്സസൈസുകളും അതുപോലെ തന്നെ പറ്റുന്ന രീതിയിൽ വാക്കർ പിടിച്ച് മൊബിലൈസ് ചെയ്യാൻ പേഷ്യൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആദ്യത്തെ 4 ആഴ്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് വാക്കർ മാറ്റി പേഷ്യൻറ്റിന് നടക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുട്ടിൻ്റെ ചുറ്റുമുള്ള പേശികൾ ശക്തിപ്പെടുത്താനുള്ള എക്സസൈസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് വെയിറ്റ് പൊക്കുന്ന എക്സസൈസുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ തെറാബാൻഡ് ഉപയോഗിച്ചുള്ള എക്സസൈസുകളായിരിക്കാം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് 8 ആഴ്ചയ്ക്ക് ശേഷം പേഷ്യൻറ്റിന് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ വീടിൻ്റെ അകത്തോ പുറത്തോ ഉള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഏർപ്പെടാനും പേഷ്യൻറ്റിന് സഹായകരമായിരിക്കും.